CPIM കുമ്പളം ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സഖാവ് CK പത്മനാഭൻ രണ്ടാമത് അനുസ്മരണ സമ്മേളനം ആചരിച്ചു. അനുസ്മരണ സമ്മേളനം CPIM ജില്ലാ സെക്രട്ടറി CN മോഹനൻ ഉദ്ഘാടനം ചെയ്തു. മുൻ MLA ജോൺ ഫെർണാണ്ടസ്, CPIM ഏരിയ സെക്രട്ടറി PA പീറ്റർ, അഡ്വക്കേറ്റ് അനിത, കുമ്പളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KS രാധാകൃഷ്ണൻ, പള്ളുരുത്തി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി തമ്പി എന്നിവർ സംസാരിച്ചു. ഏറ്റവും അടുത്ത ആളായിരുന്നു സുരേന്ദ്ര ചക്രവർത്തി, സുരേന്ദ്ര അധികാരി. അയാളെ റെയ്ഡ് ചെയ്തപ്പോഴത്തേക്കും അയാളുടെ ഇങ്ങനെ കോടികൾ ശതകോടികൾ കിട്ടിയത്. അപ്പോൾ ഉടനെ ചെയ്തു, അയാളെ പുറത്താക്കി. അയാൾ BJP ചേർന്നു. അപ്പോൾ അയാൾ വരുന്നു. പിന്നെ പത്രത്തിൽ മാത്രം ദേശാവിൻ്റെ മാത്രം വായിച്ചിട്ടുണ്ടാവും. ED ആരെയെല്ലാം തിരിച്ചു, ആരെയെല്ലാം വെറുതെ. ഇങ്ങനെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് ഈ കാശ് മേടിക്കാൻ എന്തൊരു മാർഗം എന്ന് നരേന്ദ്രമോദി ചോദിച്ചു. ഇപ്പോൾ നരേന്ദ്രമോദിയുടെ പാർട്ടിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവരെല്ലാം കൊണ്ടുവന്ന് ചാക്ക് കണക്കിന് കാശ് കൊടുക്കും, ലോറിക്ക് കാശ് കൊടുക്കും. അപ്പം മറ്റു നേതാക്കന്മാരെയും മറ്റു പാർട്ടിക്കാരും പിടിക്കാൻ വേണ്ടി അതിന് വേറെ വിദ്യ നരേന്ദ്രമോദി കണ്ടെത്തി. ആ കണ്ടെത്താണ് ഈ ഇലക്ടറൽ ബോണ്ട് എന്ന് പറഞ്ഞത്. എന്താ ഈ ബോണ്ട് എന്ന് പറഞ്ഞാൽ? അപ്പം നമ്മുടെ കേരള ഗവൺമെന്റ് ബോണ്ട് ഇറക്കി 1000 കോടി രൂപ നമുക്ക് വായ്പ എടുക്കാൻ വേണമെന്നുണ്ടെങ്കിൽ ബോണ്ടിന്റെ ഈ ഉറുപ്പ്യ രൂപത്തിലുള്ള ഒരു സർലാസ് തയ്യാറാക്കി ബോണ്ട് തയ്യാറാക്കി വിൽക്കും. അപ്പം ഞാൻ ആ ബോണ്ട് വാങ്ങിച്ചു. ആ ബോണ്ട് വാങ്ങിച്ച ശേഷം എനിക്ക് പലിശ തരും. എനിക്ക് എപ്പോഴെങ്കിലും ഈ ബോണ്ട് സറണ്ടർ ചെയ്യണം, ഇവർക്ക് ഈ ട്രഷറി കൊടുക്കുന്നത് വെച്ചാൽ കൊടുത്താൽ അപ്പം തന്നെ കാശ് കിട്ടും. അപ്പൊ ആ ബോണ്ടിന് വിലയുള്ള സാധനമാണ്, അതൊരു ഉറുപ്പിക്ക് തുല്യമായിട്ടുള്ള, അതിന് പലിശ കിട്ടും. എല്ലാ മാസവും ഒരു നിശ്ചിത പലിശ കിട്ടും ട്രഷറിയിലാണെങ്കിൽ. ഇങ്ങനെ ഇലക്ട്രൽ ബോണ്ട് ഇലക്ഷൻ കാലത്തേക്കുള്ള ബോണ്ട് ഇറക്കാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പൊ എന്റെ പ്രത്യേകത എന്താ പറയുക, ആ ബോണ്ട് ഇറക്കിയാൽ ഉള്ള പ്രത്യേകത, ആ ബോണ്ട് പ്രകാരമുള്ള തുക കൈപ്പറ്റുന്ന ആര് കൊടുത്തു, ആർക്ക് കൈപ്പറ്റി എന്നുള്ള ആരും അറിയില്ല. അപ്പൊ കോൺഗ്രസ് പാർട്ടിയുടെ അക്കൗണ്ടിലേക്ക് ഒരു 100 കോടി രൂപ ഉണ്ട്. 100 കോടി രൂപയുടെ ബോണ്ട് 50 കോടിയുടെ രണ്ട് ബോണ്ട് കൊണ്ട് അടച്ചു.